ഒത്തിരി വർഷത്തെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പിതാവായ കാലഘട്ടം മുതൽ മമ്മിയുമായിട്ടുള്ളൊരു പരിചയം, ദീർഘകാല പരിചയമുണ്ട്. അവരുടെ പിതാവ് ആദ്യ വാക്കുകൾ സംസാരിക്കും, പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് അവരവരുടെ ഭാഗം മമ്മിക്ക് വേണ്ടി മമ്മിയെ ഓർക്കുന്ന, അനുസ്മരിക്കുന്ന നിമിഷങ്ങളാണ്. അതുപോലെ തന്നെ മമ്മിയുടെ കൊച്ചുമോള് ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മമ്മിയുടെ ഇഷ്ടപ്പെട്ട ബൈബിൾ വാക്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സജീവത്വം, ആത്മാവിൻ്റെ സജീവത്വം നിലനിർത്തുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും വന്നതിന് കൃത്യമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഇവിടേക്ക് കാണാൻ നിങ്ങളുടെ സമയം, വിലപ്പെട്ട സമയം ഇവരുടെ മാറ്റിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മളിപ്പം സ്നാക്സുകൾ ഇതിൻ്റെ സമയത്ത് ഇത് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ സ്റ്റാർട്ടേഴ്സ് അതുകൊണ്ട് ഇത് അച്ഛന്മാർക്കുള്ളതാണ്. ബാക്കിയുള്ള സൈഡിലേക്ക് കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും ഇരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സീറ്റുകൾ ഇല്ലാത്തവരാൾ സീറ്റുകളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാമോ? മനു പ്രത്യേകിച്ചു. ഞാൻ പിതാവിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുന്നിൽ അധ്യക്ഷനും സീറോ മലബാർ സഭയുടെ അൽമായ കമ്മീഷൻ്റെ ചെയർമാനുമായിരുന്ന അഭിമന്യ മാർ മാത്യു അറക്കൽ പിതാവ് നമ്മളിവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള കുടുംബത്തോടുള്ള സ്നേഹത്തോടും മമ്മിയോടുള്ള താല്പര്യത്തോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പിതാവിനെ പ്രത്യേകമായിട്ട് വാക്കുകൾ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹമായിട്ടുള്ള വിചാരിച്ച മറ്റേ ബഹുമാനപ്പെട്ട വൈദികരെ, നമുക്കെല്ലാം ബഹുമാനായ ശ്രീ തോമസ് സാറ്, മറ്റ് വേദിയിലുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, മറ്റ് ബഹുമാനപ്പെട്ട ആളുകളെ, പ്രിയമുള്ളവരെ, നമുക്കെല്ലാം വളരെയേറെ വർഷങ്ങളായി പരിചയമുള്ള ഇരുവിരിക്കൽ കുടുംബം ശ്രീമതി ഗുലാബി നമ്മിൽ നിന്ന് കടന്നുപോയിട്ട് ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ്. അവരുടെ ജീവിത പങ്കാളികൾ ഇനി മാനുവേൽ, നല്ലോണ കൊച്ചുമക്കൾ, എല്ലാവർക്കും മറ്റെല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും പ്രാർത്ഥനയും അനുശോചനവും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, ബന്ധുജനങ്ങളുടെ എല്ലാം പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കുടുംബത്തിലും സമൂഹത്തിലും 70 വർഷം വേലസോടെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. മറ്റുള്ളവരെ പരിഗണിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുവാനുമുള്ള നല്ല മനസ്സെപ്പോഴും ഈ അമ്മച്ചിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അയൽവക്ക വീടുകളുമായ നല്ല ബന്ധം പുലർത്തി അവർക്കെല്ലാം നല്ല ഒരു സഹായിയായിരുന്നു അമ്മച്ചി. നല്ലൊരു കുടുംബനാഥയായിരുന്നു. കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചു. ഈ കുടുംബത്തിലെ മക്കളെയും കൊച്ചുമക്കളെയും നന്നായി വളർത്തുവാനും കഴിയും. തനിക്ക് ലഭിച്ച ക്രൈസ്തവ മൂല്യങ്ങൾ അവർക്ക് പകർന്നു നൽകുവാനും ഈ വത്സര മാതാവിന് കഴിയും. സഭയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലൂടെ അത് തുറന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബം, അതിൽ ഒരു കുടുംബനാഥയുടെ പങ്ക് നമുക്ക് പ്രത്യേകം അറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട ജോർജ് ചൂരച്ചൻ കണ്ണമ്പള്ളി വികാരിയായിരിക്കെ ആ ഇടവക കൂട്ടായ്മയിലെ ഒരു സജീവ അംഗമായിരുന്നുകൊണ്ട് ഗാന്ധി ഇടവക രൂപം കൊള്ളുന്നതിലൊക്കെ ശ്രീമതി ഗുലാബിയെ കുടുംബവും സ്വദേശത്തും വിദേശത്തും ഇടവകയിലും ആത്മീയ സാമൂഹിക മേഖലകളിലും നിറസാന്നിധ്യമായിരിക്കുന്ന മക്കളെയെല്ലാം അറിയാം. മരണത്തിലൂടെ വേർപിരിഞ്ഞ ഈ അമ്മച്ചി ഇതാണ് ജീവിതനായിട്ട് കടന്നുപോയിരിക്കുകയാണ്. സുപ്രിയ നമ്മളെ പഠിപ്പിക്കുന്നത് മരണത്തിലൂടെ നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിനാൽ മരണമെന്നത് മിശിഹായുടെ ഏറ്റവും അടുത്ത അനുരൂപണമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, മരണത്തിലൂടെ നിത്യജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ അമ്മച്ചിയെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കുന്നു. സ്വർഗത്തെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം CC 1024 പഠിപ്പിക്കുന്നത് ക്ഷത്രിയത്തോടും മാലാഖമാരോടും
എല്ലാ വിശുദ്ധരോടൊപ്പമുള്ള ജീവന്റെയും സ്നേഹത്തിൻ്റെയും സംസർഗമാണ് സ്വർഗമെന്നാണ്. നമുക്കെല്ലാം പ്രിയങ്കരിയായിരിക്കുന്ന ഈ അമ്മച്ചി കണ്ടിട്ടില്ലാത്ത ലോകത്തിലേക്ക് നമ്മളെല്ലാം പോകാനിരിക്കുന്ന നമുക്കായി ദൈവം അനാദിയിലെ കരുതി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഈ അമ്മച്ചിയെ ദൈവം വിളിച്ചിരിക്കുകയാണ്. തൻ്റെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടാണ്, മനോഹരമായി നിർവഹിച്ചിട്ടാണ് ദൈവസന്നിധിയിലേക്ക് ഈ അമ്മച്ചി കടന്നു പോകുന്നത് എന്നോർത്ത് ദൈവസന്നിധി നമുക്ക് ഒരിക്കൽ കൂടെ കൃതജ്ഞത അർപ്പിക്കാം. ഈ ഒരിക്കൽ കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും മക്കൾക്കും അവരുടെ ജീവിത പങ്കാളികൾക്കും കൊച്ചുമക്കൾക്കും ഈ ശുശ്രൂഷകളെ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവർക്കും ശ്രീമതി കുഞ്ഞാമി നമ്മിൽ നിന്ന് കടന്നുപോയിട്ട് 1 വർഷം പൂർത്തിയാവുന്ന ഈ വേളയിൽ സഭയുടെ നാമത്തിൽ, എല്ലാവരുടെയും നാമത്തിൽ, യോസ്പിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയും അനുശോചനവും ഞാൻ അറിയിച്ചു.